അസ്സലാമലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് വിശേഷം കൂട്ടുകാരെല്ലാവർക്കും സുഖമാണോ? എനിക്കും മോൾക്കും അൽഹംദുലില്ലാ സുഖം തന്നെ. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്, കുറ്റ്യാടിക്ക് പോവുകയാണ്. നല്ല റൂമായിരുന്നു നമുക്ക് കിട്ടിയത്. അത്യാവശ്യം മോശമില്ലാത്ത റൂമാണ് കിട്ടിയത്. ഞാനും മോളെ കൂട്ടുകാരിയും മൂന്നാൾ താമസിച്ചത്. ഇനി കുറ്റ്യാടി എത്തിയിട്ട് ബാക്കി വീഡിയോ ആയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ ഒഴിവാക്കി നമ്മുടെ സാധനമെല്ലാം വണ്ടി കയറ്റി കുറ്റ്യാടിലേക്ക് വണ്ടി വിട്ടതിന് ശേഷം വിഷു ആയതുകൊണ്ട് നല്ല ബ്ലോക്കായിരുന്നു. 1.25 മണിക്കൂർ നമ്മൾ ബ്ലോക്കിൽ പെട്ട്. പിന്നെ നമ്മൾ വണ്ടി ഒരു സൈഡാക്കിയിട്ട് വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടി കയറി. ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ചായ ഒരു കടിയൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് അത്യാവശ്യ സാധനങ്ങളും ഞങ്ങൾ വാങ്ങി വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തുമ്പോൾ രാത്രി 9 മണിയായിട്ടുണ്ട്. വീടൊക്കെ കാണേണ്ട കോലമാണ്. കണ്ട ആകെ മാറാലയും പൊടിയും ഒക്കെ പിടിച്ച് നാശമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സാധനമൊക്കെ എടുത്ത് വീട്ടിൻ്റെ അകത്ത് വെച്ച് ഡോറും പൂട്ടി. നല്ല പേടിയുണ്ട് രണ്ടാക്കും. രാത്രിയും പിന്നെ പൂട്ടിയിട്ട വീടുമല്ലേ, എന്തോ ഒരു അയൽവാസികളെല്ലാം ഒച്ചപ്പാടുമില്ല വെറുപ്പുമില്ല. എല്ലാവരും ഇവിടെ 9-9:30 മണിയാകുമ്പോഴേക്ക് ആകെ അടിച്ച് പൂട്ടിയിട്ട് അങ്ങ് കിടക്കാൻ നിൽക്കും. ഗൾഫിലെ പോലെ 10-12 മണിയിലൊന്നും ആരും ഉറങ്ങാണ്ടൊന്നും നിൽക്കില്ലല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാം ആദ്യം ഡ്രസ്സൊന്നും മാറ്റാൻ നിൽക്കാതെ കംപ്ലീറ്റ് ഒന്ന് പാമ്പൊക്കെ ഉണ്ടോയെന്ന് വേണ്ടി ഒട്ടാകെ തിരഞ്ഞ് ഞാനോളും കട്ടിൻ്റെ ഉള്ളും അവിടെ ഇവിടെ ഒക്കെ പരതി. പിന്നെ ഞാൻ കൊണ്ടുവന്ന സാധനം എടുത്ത് വെച്ച് മുട്ട, പഴം, പാല്, തൈര്, ചെറിയൊരു എണ്ണ ഇതൊക്കെ വാങ്ങി. ഇന്നത്തേക്കുള്ളതും നാളെ പിന്നെ മോളെയും കൂട്ടി പോയിട്ട് എല്ലാം വാങ്ങാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഫ്രിഡ്ജൊക്കെ ആകെ പൊടി പിടിച്ചിട്ടുണ്ട്. അതൊന്നും ക്ലീൻ ചെയ്യാനൊന്നും നിന്നിട്ടില്ല. ഓണാക്കി പാലും അതിലവിടെ വെച്ച് കൊടുത്ത് ബാക്കിയൊക്കെ നാളെ ചെയ്യാം. ഒരു പെണ്ണുങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങൾ ഹെൽപ്പിനൊക്കെ പോകുന്നതാണ്. പിന്നെ ഞാൻ മോളോട് പറഞ്ഞ് അടുത്ത വീട്ടുകാർ ഗ്യാസ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അവളോട് പറഞ്ഞ് നമുക്ക് പോയിട്ട് അതൊക്കെ എടുത്ത് വരാം, അല്ലെങ്കിൽ അവർ ഉറങ്ങിക്കളഞ്ഞ് കിട്ടില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ചായ ഒക്കെ ഉണ്ടാക്കണ്ടല്ലേ എന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് ഗ്യാസ് എടുത്ത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് നോക്കുമ്പോൾ കത്തുന്നില്ല, പൊടി പിടിച്ചിട്ടായിരിക്കും. പിന്നെ ഞാൻ അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് പൊന്തിച്ച് നോക്കി പാമ്പാറ്റം എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ കത്തി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കത്തി. ഞാൻ അടുപ്പിൻ്റെ അടുത്തും വർക്കേരി മാത്രം ഒന്ന് അടിച്ചു വാരി ഡ്രസ്സൊക്കെ മാറ്റി വന്നതിന് ശേഷം ചായ ഉണ്ടാക്കി ഓക്ക് പാലും കാച്ചി കൊടുത്ത്. മോള് പറഞ്ഞ് പഴം ഇതുപോലെ പഞ്ചസാരയും മുട്ടയിട്ടിട്ട് വാട്ടി കൊടുക്കാൻ പറഞ്ഞ്. ഓക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാണ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. എനിക്ക് വീട്ടിൽ കാത്തിരിക്കാനൊന്നും ആരുമില്ല. ഉപ്പയില്ല, ഉമ്മയില്ല. ഉമ്മ കഴിഞ്ഞ വർഷം മരിച്ചു, ഉപ്പ അതിൻ്റെ മുന്നത്തെ വർഷം മരിച്ച്. അവർ പോയതിന് ശേഷം ഞാൻ ഒറ്റയാണ്. എനിക്ക് ആകെ ഉള്ളത് എൻ്റെ ഇക്കയും എൻ്റെ മോളൊക്കെ തന്നെയുള്ളൂ. കൂടപ്പിറപ്പൊക്കെ ഉണ്ട്, പേരിനെല്ലാവരും ഉണ്ട്. പക്ഷെ എൻ്റെ കൂടെയുള്ള ഇതെല്ലാം തന്നെ എൻ്റെ കാര്യമായത് ഞാൻ വരുമ്പം ഉണ്ടാകുന്നതും ഉപ്പയും ഉമ്മയായിരുന്നു. പോകുമ്പോൾ ഉണ്ടാകുന്നതും എല്ലാം അവരായിരുന്നു. എൻ്റെ വരവും കാത്തു നിൽക്കുന്നതും എന്നെ യാത്ര അയക്കുന്നതും എല്ലാം. എന്നെ മാത്രമല്ല, എൻ്റെ അടുത്ത അനിയത്തിമാരെല്ലാവരും തന്നെ. അവർ പോയാൽ നമ്മൾ മൊത്തം പോയി. പിന്നെ നമുക്ക് ജീവിതം തന്നെ ഒരു ഇരുടാണ്. എൻ്റെ വെളിച്ചം അവരോട് കൂടി പോയതാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോയതിന് ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. ജീവിതകാലം മുഴുവൻ നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെ ഒറ്റപ്പെട്ടിട്ട് തന്നെ എന്ത് ചെയ്യാനല്ലാതെ സഹിക്കാമെന്നല്ലാതെ. അതോടുകൂടി എൻ്റെ സന്തോഷമൊക്കെ പോയി. 2 കൊല്ലത്തിന് ശേഷം മുമ്പത്തെ സന്തോഷമൊന്നും ഇപ്പം എനിക്കില്ല. ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പോകുന്നു, ഇതെല്ലാം തന്നെയുള്ളൂ. അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ വിശേഷമൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വരും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ
സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ തന്നെ എനിക്ക് പറ്റുള്ളൂ. കൂടുതൽ പറയാനും കൂടുതൽ നല്ല എന്തെങ്കിലും ഇടാനും കാണിക്കാനൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ ചായ രണ്ടാളും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് കുടിക്കുകയാണ്. അവൾക്ക് ഭയങ്കര പേടിയാണ്, എനിക്കും പേടി തന്നെ. ഒറ്റയ്ക്ക് ഞങ്ങൾ രണ്ടാളും കിച്ചണിലും വരില്ല, മുകളിലും പോവില്ല. രാത്രി പകൽ കുഴപ്പമൊന്നുമില്ല. ഓൾ എന്നെയും വിളിക്കും, ഞാൻ ഓളെയും വിളിക്കും. ശരിക്കും പറഞ്ഞാൽ വീട് നിറയെ ആൾക്കാരൊക്കെ വേണം, എന്നാലേ ആ വീട്ടിലൊരു സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. അടുത്ത വീട്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് കഴുകിയിട്ട് നമുക്ക് ഉറങ്ങാൻ നേരത്ത് മുകളിൽ റൂമിൽ കൊണ്ടാക്കാനിട്ട് അവിടെ ഇരുന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അത് നന്നായി കഴുകി മുകളിൽ പോകുമ്പോൾ അത് കൊടുത്ത് ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരും. താങ്ക് യു. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഞങ്ങളെ മേലത്തെ റൂം ഞങ്ങൾ അതുമാത്രം കിടക്കണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് രണ്ടാളും കൂടി കഴുകുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്തു.